ഹായ് ഹലോ. ഇൻസെക്യൂരിറ്റി ഫീലിംഗ് എന്ന് കേട്ടിട്ടുണ്ടോ? നമുക്ക് നമ്മളെ തന്നെ തോൽപ്പിക്കാൻ പറ്റുന്ന ഒരൊറ്റ ഫീലിങ്ങേ ഉള്ളൂ ഈ ഇൻസെക്യൂരിറ്റി ഫീലിംഗ്. നമ്മുടെ ഭയം, അതായത് നമുക്കൊന്നിനും പറ്റില്ല, എനിക്ക് ആ കാര്യം ഞാൻ ചെയ്താൽ ശരിയാവുമോ, എനിക്കത് ചെയ്യാൻ പറ്റുമോ, ഇങ്ങനെ നമ്മളൊരു കാര്യം ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ നമ്മളെ തന്നെ വിലയിരുത്തും. എനിക്കത് പറ്റില്ല എന്ന് അങ്ങനെ തന്നെ വിലയിരുത്തിയിട്ടുണ്ടെങ്കിൽ അതങ്ങനെ തന്നെ പോവും. ഇപ്പോൾ നമുക്കൊരു 80 കിലോ വെയിറ്റ് ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ പറയുകയാണ്, ഓ എനിക്ക് പറ്റുന്നില്ല, മറ്റുള്ളവരുടെ ശരീരം കണ്ടിട്ട് അവർക്ക് എന്ത് ഭംഗിയായിട്ട് നടക്കുന്നത്, എന്ത് ഭംഗിയായിട്ട് ഡ്രസ്സ് ഇടുന്നത്, എനിക്കിതൊരു വൃത്തിക്ക് ഡ്രസ്സ് ഇടാൻ പറ്റുന്നില്ല, എൻ്റെ വയറ് ചടിയിട്ടുള്ള എന്നൊക്കെ പറയാണ്ട് ഒരു തവണ ഒന്ന് വർക്കൗട്ട് ചെയ്യും. നമ്മൾ ഈ വർക്കൗട്ട് ചെയ്ത് ആ വെയിറ്റ് ഒന്ന് കുറയ്ക്കാൻ ട്രൈ ചെയ്ത് നോക്ക്. അപ്പം നമുക്കൊരു കോൺഫിഡൻസ് വരും. ഒരു കുറച്ച് വെയിറ്റൊക്കെ കുറയുമ്പോഴത്തേക്കും നമുക്കൊരു കോൺഫിഡൻസ് വരും, എന്നെക്കൊണ്ട് പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് വരും. ആ ഒരു കോൺഫിഡൻസ് ലെവൽ ഇങ്ങനെ പതുക്കെ 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 എല്ലാ കാര്യത്തിലും ഉയർത്തിക്കൊണ്ടുവരിക. എൻ്റെ ഈ യൂട്യൂബിൻ്റെ ആദ്യത്തെ വീഡിയോ ഒക്കെ എടുത്ത് നോക്കിയാൽ കാണാം, ഞാൻ ഫസ്റ്റ് ടൈമൊക്കെ ഫേസ് മാസ്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫേസ് മാസ്ക് ഇട്ടിട്ട് ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നത് എൻ്റെ പല്ലിന് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. എൻ്റെ പല്ല് പൊന്തിയിട്ടുള്ളത്, എൻ്റെ വീഡിയോസൊക്കെ എടുത്ത് നോക്കിയാൽ കാണാം കേട്ടോ, പല്ലൊക്കെ പൊന്തിയിട്ടുള്ളത്. അപ്പോൾ എന്നോടൊരിക്കൽ ഒരാൾ വന്നിട്ട് കമൻറ്റിൽ ചോദിച്ചു, ഈ പല്ല് എനിക്ക് വാടകയ്ക്ക് തരാമോ, എൻ്റെ വീടിൻ്റെ സൈഡിലുള്ള കുന്നു തുറക്കാനാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഓക്കെ ഓഫ് കോഴ്സ് ഞാൻ തരാം, എനിക്കത് തിരിച്ചു തരണം, എൻ്റെ വീടിൻ്റെ ബാക്കിലുള്ള മല ഞാൻ തുറന്നു വെച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കളിയാക്കാൻ വരുന്നവർ ചമ്മി പോകുന്ന രീതിയിൽ നമ്മളുടെ കുറവുകൾ നമുക്ക് തന്നെ മനസ്സിലാവണം. അതായത് എനിക്ക് ഇങ്ങനത്തെ ഒരു കുറവുണ്ട്, ഓക്കെ ഞാനത് അംഗീകരിക്കുന്നു, എനിക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ എൻ്റെ മുഖത്ത് അറച്ച് പിമ്പിൾസ് ഉണ്ടായിരുന്ന സമയത്തൊക്കെ എനിക്ക് പുറത്ത് പോകാൻ ഭയങ്കര മടിയായിരുന്നു. പക്ഷേ ഞാനത് അംഗീകരിച്ചു. എൻ്റെ ഇതൊരു പിമ്പിൾസ്, അത് ശാരീരികമായി വരുന്ന കുറേ ഹോർമോണൽ ചേഞ്ചുകളൊക്കെ ആവാം, അതൊക്കെ ഞാനത് അംഗീകരിക്കണു. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ഇത് വെച്ചിട്ട് മറ്റുള്ളവരുമായിട്ട് നമ്മളെ കമ്പയർ ചെയ്യരുത്. അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ ഭയങ്കരമായിട്ട് ഡൗൺ ആയിപ്പോവും. അവർക്ക് നല്ലൊരു ലൈഫുണ്ട്, അവർക്ക് നല്ലൊരു ഫേസ് ഉണ്ട്, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ശരീരമുണ്ട്, എനിക്കതില്ല എന്ന് വിചാരിച്ച് നമ്മളിരിക്കരുത്. നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാകാം, നമ്മളെക്കൊണ്ട് മാറ്റാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാകും. നമ്മളത് ട്രൈ ചെയ്ത് നോക്കാത്തതുകൊണ്ടാണ്. ഇപ്പോൾ സ്റ്റേജ് ഫിയറുള്ള ആൾക്കാർ കണ്ടിട്ടില്ലേ, എനിക്ക് ആദ്യമൊക്കെ ഉണ്ടായിരുന്നു സ്റ്റേജ് ഫിയറുള്ള. പക്ഷേ ഒരു തവണ നമ്മൾ സ്റ്റേജിൽ കയറിക്കഴിഞ്ഞാൽ, അത് എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെയും സ്റ്റേജിൽ കയറാനുള്ള, ആ ഒരു ക്രൗഡിൻ്റെ ഇടയിൽ നിൽക്കാനുള്ള ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ത്വരയുണ്ടാവും. അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം. ഒരു തവണയെങ്കിലും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്ത് നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുള്ളൂ അത് എത്രത്തോളം മനോഹരമാണെന്നുള്ളത്. ഇപ്പം ഞാനൊരു ഇത് പറയാം. നിങ്ങൾ ജസ്റ്റ് ഒരു വൈറ്റ് ഷീറ്റ് എടുക്കുക, അതിൻ്റെ അകത്ത് നിങ്ങൾ നിങ്ങളുടെ ഇൻസെക്യൂരിറ്റി ഫീലിങ്സ് ഫുൾ എഴുതുക. എന്താണ് നിങ്ങളുടെ പ്രശ്നം, എന്തൊക്കെ കുറവ്, എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന നമ്മൾ തന്നെ അവകാശപ്പെടുന്ന കാര്യങ്ങളുണ്ടല്ലേ, അതൊക്കെ എഴുതുക. ചിലപ്പോൾ ഇങ്ങനെ വണ്ടി ഓടിക്കാൻ പറ്റാത്തതായിരിക്കാം, എനിക്ക് പല്ല് കാണിച്ച് ചിരിക്കാൻ പറ്റാത്തതായിരിക്കാം, വണ്ണം ഉള്ളതുകൊണ്ട് നല്ലൊരു വസ്ത്രം ഇടാൻ പറ്റാത്തതായിരിക്കും, ഹെയർ ലോസ് ഉള്ളതുകൊണ്ട് ഹെയർ സ്റ്റൈൽ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളായിരിക്കും, മറ്റുള്ളവർ കളിയാക്കുമെന്ന് വിചാരിച്ചിട്ട് ഇതൊക്കെ ഫുള്ള് എഴുതുക. എന്നിട്ട് ഒരു തവണ ഓക്കെ പല്ല് കാണിച്ച് ചിരിച്ചു നോക്കുക. എന്താ പറ്റുക, പല്ല് കാണിക്കാണ്ട് ചിരിക്കുന്നതിലും എത്രയോ ബ്യൂട്ടിഫുൾ ആയിരിക്കും പല്ല് കാണിച്ച് ചിരിക്കുക. അതൊന്ന് ആലോചിക്കുക. നമുക്ക് ഹെയർ ലോസ്, ഭയങ്കര ഹെയർ ലോസ് ഉണ്ട്, നല്ല സ്റ്റൈലിൽ കെട്ടാൻ പറ്റില്ല, കെട്ടി നോക്കുക, ചെയ്തു നോക്കുക. ഇപ്പോൾ ഡെയിലി പിടിക്കുന്ന ഹെയർ സ്റ്റൈൽ മാറ്റി വേറെ നല്ലൊരു ഹെയർ സ്റ്റൈലാക്കി നോക്കുക. അങ്ങനെ ചെയ്യുമ്പോഴാണ് അറിയുക അതിൽ എന്തൊക്കെ പോരായ്മകളുണ്ട്, എന്തൊക്കെ മാറ്റാൻ പറ്റും. നമ്മളതുകൊണ്ട് നമ്മുടെ പോരായ്മകൾ ഫുള്ള് നമ്മളൊരു പേപ്പറിൽ എഴുതിയിട്ട് ഇത് ഒരു തവണ ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ തന്നെ അപ്രിഷ്യേറ്റ് ചെയ്യുക. ഒരു തവണ ചെയ്താൽ മതി, പിന്നെ നമ്മൾക്കത് ചെയ്യാനുള്ള കോൺഫിഡൻസ് നമുക്ക് ലൈഫിൽ കിട്ടും. അതേപോലെ മറ്റൊരു പേപ്പറിൽ നമ്മുടെ പോസിറ്റീവ് നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എഴുതുക. എന്നിട്ട് നമ്മളെ തന്നെ അപ്രിഷ്യേറ്റ് ചെയ്യുക. നീ ഇത് കാര്യം ചെയ്തില്ലേ, അടിപൊളിയായിട്ടുണ്ട്. എന്നിട്ട് നമ്മൾക്ക് ഇനിയും ചെയ്യാനുള്ള കാര്യങ്ങൾ എന്താണോ അതൊക്കെ ചെയ്യാം. നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുന്ന, ലൈഫിൽ ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുന്ന എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാം. മറ്റുള്ളവർ പറയുന്ന അഭിപ്രായങ്ങൾ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അവരവരുടെ ലൈഫ് ജീവിക്കട്ടെ. നമ്മൾ ജീവിക്കണമെങ്കിൽ നമ്മുടെ ലൈഫ് തന്നെ നമ്മൾ തന്നെ നോക്കണം. എങ്കിലാണ് ലൈഫിൽ വിജയിക്കാൻ പറ്റുള്ളൂ, നല്ലൊരു കോൺഫിഡൻസോടുകൂടി ജീവിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഞാൻ പറഞ്ഞതൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. പിന്നെ എൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഹാപ്പി ലൈഫ്. താങ്ക് യു.